നിങ്ങൾ പിന്നെ ഇവരുടെ ഒരു ബുക്കുണ്ട്, അതൊന്ന് വായിക്കണം നിങ്ങൾ. ആ പുസ്തകത്തിൽ പറയുന്നത് ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്നതിനേക്കാളും എത്രയോ ഇരട്ടിയാണ്. കമ്പ്യൂട്ടർ ലേഡി എന്നറിയപ്പെടുന്ന ആര്? ശകുന്തളാദേവി. അവരെഴുതിയൊരു പുസ്തകമുണ്ട് ബ്രെയിനിനെ കുറിച്ചിട്ട്. കാരണം കമ്പ്യൂട്ടറിനേക്കാൾ അപാരമാണ് എന്ത്? മനുഷ്യൻ്റെ ബ്രെയിൻ. ഓരോ കോമൺ ആളുകളുടെയും ആൽബർട്ട് ഐൻസ്റ്റീൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ആംസ് ഐൻസ്റ്റീൻ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ബ്രെയിൻ എടുത്ത് പരിശോധിച്ചു. വളരെ ശ്രദ്ധിക്കണേ, ഒരു പഠനമാണ്, സൈക്കോളജിയിൽ ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. ആംസ് ഐൻസ്റ്റീൻ ബ്രെയിൻ എടുത്ത് പരിശോധിച്ചു. കാരണം ദ ബ്രെയിൻ ഓഫ് 20th century, 20ാം നൂറ്റാണ്ടിൻ്റെ തലച്ചോറ് എന്നാണ് അദ്ദേഹത്തെ പറ്റി അറിയാം. 20ാം നൂറ്റാണ്ടിൽ അത്ര തലയുള്ള ഒരാൾ വന്നിട്ടില്ല. ദാറ്റ് ഈസ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തലച്ചോറ് എടുത്ത് പരിശോധിക്കാൻ പുറത്തെടുത്ത് പരിശോധിച്ചു. നല്ല ടെക്നിക്കൽ സ്റ്റഡീസ് നടത്തി. ആ സ്റ്റഡീസിൽ സാധാരണ ഒരു മനുഷ്യൻ്റെ, ഒരു കോമൺ മാൻ്റെയും ആൽബർട്ട് ഐൻസ്റ്റീൻ്റെയും ബ്രെയിൻ ഈക്വലാണ് വെയ്റ്റിൽ. കനമെടുത്ത് നോക്കുമ്പോൾ എല്ലാം ഒരുപോലെയാണ്, സെല്ലുകൾ ഒരുപോലെയാണ്. പക്ഷേ ഉപയോഗത്തിലായിരുന്നു മാറ്റമെന്ന് പഠനമുണ്ടായി. അപ്പോൾ എന്താണ്ടായേ? അവിടെയാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന സാധനവും അറ്റൻഷൻ എന്ന് പറയുന്ന സാധനവും വ്യത്യസ്തമായി നിൽക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നിന്നൊരു ഒരു പിടി മണ്ണെടുത്തിട്ട് നേരെ വിദ്യാർത്ഥിയും എന്നാണ്, ഇപ്പം എന്നെ തന്നെ എറിഞ്ഞു എന്ന് വിചാരിക്കും, അത് അവിടെ കൊടുത്തിട്ടാണ് സുലൈമാൻ മേൽപ്പത്തൂർ. എൻ്റെ ഫോട്ടോയിലേക്ക് നിങ്ങൾ എറിഞ്ഞു, പിന്നെ വേറെലേക്ക് എറിയണ്ടല്ലോ. എൻ്റെ ഫോട്ടോയിലേക്ക് എറിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒരു പിടി മണ്ണ് ഇവിടെ നിന്ന് എടുത്തെറിഞ്ഞാൽ ഒന്നുപോലും അവിടെ കൊള്ളില്ല, അത് ധൂളിയായിട്ട് പറക്കും, ആണോ അല്ലേ? സ്കാറ്റേഡ് ആയിട്ട് പോകും. പക്ഷേ അതേ സാധനത്തെ ഒന്നും കൂടി നമ്മളൊന്ന് സ്പെസിഫൈ ചെയ്തിട്ടൊന്ന് കുഴച്ച് നനച്ചാൽ, കൃത്യമായി ഉന്നം നോക്കിയാൽ എല്ലാം അവിടെ പതിക്കും. ആ നനവിൻ്റെ പേരാണ് കോൺസെൻട്രേഷൻ. ആ കോൺസെൻട്രേഷൻ ഉണ്ടാകുമ്പോഴാണ് സത്യത്തിലൊരു മനുഷ്യൻ്റെ ബുദ്ധി ടോട്ടാലിറ്റിയായി മാറുന്നത്. അപ്പോഴാണ് ബ്രോഡനിങ് ആയി മാറുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ ബ്രെയിനിന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ്. കുറേ അനൂപിന് കൊടുക്കണം, കുറേ സ്വരൂപിന് കൊടുക്കണം, കുറേ അനുമാനം കൊടുക്കണം, ഇങ്ങനെ കുറേ ആൾക്കാർ. ഞാൻ അനുമാൻ എന്ന് പറഞ്ഞത് മറ്റേ മനുഷ്യകുലത്തിൽപ്പെട്ടതാണല്ലോ, ദൈവത്തെ പറ്റി പറഞ്ഞതല്ല. ഇങ്ങനെ എല്ലാവർക്കും നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മളെ കൂട്ടുകാർക്ക് അവർക്ക് കൊടുക്കുന്നു, ഇവർക്ക് കൊടുക്കുന്നു, അവരുടെ ഇമോഷൻ ഇവരുടെ ഇമോഷൻ എല്ലാം കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അറ്റൻഷൻ എന്നത് അത് ഒരുപാട് മേഖലയിലേക്ക് കൊടുക്കലാണ്. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരിടത്തേക്ക് മാത്രം കൊടുക്കലാണ്. ഇപ്പം ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോഴും പലതും കേൾക്കാതെ പോകുന്ന കുട്ടികളുണ്ട്. അവരുടെ മൈൻഡ് ഇപ്പോൾ അറ്റൻറ്റീവാണ്. ഏതിൽ? പലതിലും. നേരെ കോൺസെൻട്രേറ്റീവ് ആകുമ്പോഴാണ് എൻ്റെത് എന്താക്കുക? ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക. സംഭവം മനസ്സിലായോ നിങ്ങൾക്ക് പറയുന്നത്? ആ ഒരു അറ്റൻഷനും കോൺസെൻട്രേഷനുമായി മാറുമ്പോഴാണ് നമ്മൾ എഡ്യൂക്കേഷൻ എന്ന തലത്തിലേക്ക് ഉയരുക. നമ്മളൊക്കെ രക്ഷിതാക്കൾ ഇവിടെ ഇരിക്കുന്നത് എപ്പോഴും രക്ഷിതാക്കൾ എത്ര പേരുണ്ട്? പ്ലീസ് റൈസ് ദ ഹാൻഡ്സ്. രക്ഷിതാക്കളെന്ന് കൈവയ്ക്കാട്ടെ. രക്ഷിതാക്കളെ എണ്ണ ഇവിടെ ശരിക്കും കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അത്യാവശ്യമുണ്ട്. രക്ഷിതാക്കളെ ഞാൻ നിങ്ങളോട് പറയാണ് ഒരു കാര്യം, ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളോട് പറയാണ്. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ ആണ് ഏറ്റവും ടോപ്പ്. അതിന് വേണമെങ്കിൽ കുട്ടികളൊന്ന് കൈയടിച്ചോളി, ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾ ഏറ്റവും ടോപ്പാണ്. കാരണം നമുക്കറിയാത്ത കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ആൾക്കാരാണ് ആര്? നമ്മളെ മക്കളാണോ അല്ലേ? ടീച്ചേഴ്സിന് വരെ പേടിയാണ്. ഞാൻ കേരളത്തിൽ പ്രശസ്തമായൊരു കോളേജിൽ പോയപ്പോൾ ഒരു PhD കഴിഞ്ഞ ഒരാൾ എന്നോട് പറഞ്ഞു, സാർ ഞങ്ങൾക്ക് കുട്ടികളുടെ ഇടയിൽ പോകാൻ പേടിയാണ്. കാരണം അവരെല്ലാവരും ടോപ്പ് റേഞ്ചിൽ ഗൾഫിൽ നിന്നൊക്കെ പഠിച്ചു വന്ന് ടോപ്പ് ഇംഗ്ലീഷിൽ വന്നിരിക്കുക. ഞങ്ങൾ ഈ റിസർച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങളെ സബ്ജക്റ്റ് മാത്രം ഇങ്ങനെ പറയുന്ന ആൾക്കാരായതുകൊണ്ട് വേണ്ട രീതിയിൽ അവരോട് പിടിച്ചിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. കാരണം സാറന്മാരെക്കാളും മുകളിലാണ് ഇപ്പോൾ കുട്ടികളുടെ ആ ഒരു ഹൈനസ്. പക്ഷേ അവരെന്ത് ചെയ്യുന്നു? അവരവരുടെ ബ്രെയിനെ സ്കാറ്റേഡ് ആക്കി കൊണ്ടുപോവാണ് അല്ലേ? നമ്മളിങ്ങനെ ചിലപ്പോൾ ചില കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു ഒരു സെൽഫി എടുക്കണം, എന്നിട്ടത് പോസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ പിന്നാലെ ഇങ്ങനെ ശ്രദ്ധ പോകുമ്പോൾ എന്താകും? ഞാൻ അങ്ങനെ പറയില്ല, നിങ്ങൾ എന്നെ ഒരു മഠേനെന്ന് വിളിച്ചോളൂ, മണ്ടനെന്ന് വിളിച്ചോളൂ. 56 രാജ്യത്ത് ഞാൻ പോയി, ഒരു സ്ഥലത്തിൻ്റെ വീഡിയോ ഞാൻ ഇന്നുവരെ ഇട്ടിട്ടില്ല. ബക്കിംഗ്ഹാം പാലസ് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഞാനും E.T. മുഹമ്മദ് ബഷീർ സാബും കൂടി നമ്മൾ ഓസ്ട്രേലിയൻ പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ഒരു ഫോട്ടോ എടുക്കാൻ നമുക്കൊരു എല്ലാ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്. ഞാനിതെവിടെയും പ്രദർശിപ്പിച്ചിട്ടൊന്നുമില്ല. ഫോട്ടോ എടുക്കാൻ നമ്മൾ എടുക്കും കേട്ടോ. ഫോട്ടോ എടുക്കാതിരിക്കുക എന്നുള്ളൊരു വിഡ്ഢിത്തായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നും. പക്ഷേ ഫോട്ടോ എടുക്കും. ഇതുവരെ ഞാൻ ഇന്നടുത്തുനിന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിട്ട്, അതല്ല സംഭവം. ലോകമെന്ന് പറഞ്ഞാൽ, രാജ്യമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇടമെന്ന് പറഞ്ഞാൽ ഇതല്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ പ്രദർശിപ്പിക്കലല്ല പ്രധാനം നമ്മൾ ഉയർന്നേ പോകലാണ്. ആ ഉയർന്നു പോകുന്ന പോക്കിൽ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഞാൻ പറഞ്ഞോട്ടെ, ഈ പറയുന്ന രീതിയിൽ പോയൊരു മനുഷ്യൻ്റെ കഥയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ കുറിച്ച്. അത് പറഞ്ഞിട്ടാണ് ഞാൻ അതിലേക്ക് തിരിഞ്ഞത്. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. ഏകദേശം 10-25 വയസ്സുള്ള സമയത്ത് അദ്ദേഹത്തിനെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ വിടുന്നു. ആ ഉമ്മ വിടുന്ന സമയത്ത് കൊടുക്കുന്ന ഉപദേശം എന്താണെന്നറിയോ? ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട്, ആവർത്തിക്കാമെന്ന് വിചാരിക്കരുത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് പറയാണ്, നിങ്ങൾ ചിലപ്പോൾ അത് കേൾക്കണമെന്നില്ല.
ഉമ്മ പറയുന്ന ഒരൊറ്റ കാര്യതയേ ഉള്ളൂ, മോനെ ഞാൻ നിന്നെ അനാഥമായിട്ടാണ് വളർത്തിയത്, അനാഥമായിട്ട്. അതുകൊണ്ട് നീ അവിടെ പോയിട്ട് ഒരിക്കലും എന്താക്കരുത്, നീ പഠിച്ച പാഠങ്ങൾ മറന്നു പോകരുത്. നീ ഖുർആൻ മനഃപ്പാഠമാക്കിയ കുട്ടിയാണ്. അതോടൊപ്പം തന്നെ നീ കുറേ കിതാബുകൾ ഓതി പഠിച്ച കുട്ടിയാണ്, മൗലാനയാണ്. അതുകൊണ്ട് നീ അവിടെ പോകുന്ന സമയത്ത് അതിമനോഹരമായി അവിടുത്തെ കുട്ടികളെ കാണുമ്പോൾ, അവിടുത്തെ സംസ്കാരം കാണുമ്പോൾ അതിൽ ലയിച്ചു പോകരുത്. കാരണം നീ പോകുന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്കാണ്. ലോകത്തിലെ അന്നത്തെ നമ്പർ 1 യൂണിവേഴ്സിറ്റിയാണ് ഓക്സ്ഫോർഡ്. അതിന്ന് പിരിഞ്ഞു വന്നിട്ടാണ് കാംബ്രിഡ്ജ് ഉണ്ടായത്. കാംബ്രിഡ്ജ് പിന്നീട് ഉണ്ടായതാണ്. ഓക്സ്ഫോർഡ് അന്നത്തെ ലോകത്തിലെ നമ്പർ 1 യൂണിവേഴ്സിറ്റിയാണ്. അവിടെ പഠിക്കാൻ വേണ്ടി നീ പോകുമ്പോൾ അവിടുത്തെ സംസ്കാരത്തോട് നീ യോജിക്കരുത്. പകരം ഞാൻ നിന്നെ പഠിപ്പിക്കുമ്പോഴേക്ക് തഹജ്ജുദ് നിസ്കാരം ഞാൻ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. തഹജ്ജുദ് എന്ന് പറയുന്നത് പ്രഭാത പ്രാർത്ഥനയ്ക്ക് വേണ്ടി എഴുന്നേൽക്കുന്നതിന് മുമ്പുള്ളൊരു നിസ്കാരമാണ്. ഏകദേശം ഇപ്പോഴത്തെ സമയം പറഞ്ഞൊരു 4 മണി എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു 3:30 എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ഒരു പ്രവണത നിനക്കുണ്ടാകണം. എന്നിട്ട് ഉമ്മ പറഞ്ഞത് എന്താ, മരം കോച്ചുന്ന തണുപ്പത്തും നീ അത് നിർത്തരുത് എന്നാണ്. മരം കോച്ചുന്ന തണുപ്പത്തും. അദ്ദേഹത്തിൻ്റെ റൂമിലുണ്ടായിരുന്ന ഖമറുദ്ദീൻ എന്ന് പറയുന്ന കുട്ടി എഴുതി വെച്ചിട്ടുണ്ട്, 4.5 വർഷത്തോളം എൻ്റെ റൂമിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാതിരാവിലെ കരച്ചിൽ കേട്ടിട്ടാണ് ഞാൻ എഴുന്നേൽക്കുക എന്ന്. ഞാൻ ഒരാളെ ഹൈലൈറ്റ് ചെയ്ത് പറയില്ല, പക്ഷേ ചരിത്ര പുരുഷന്മാരെ നമ്മൾ മറക്കാൻ പാടില്ലല്ലോ. ഏതായിരുന്നാലും ശരി, അദ്ദേഹം പിന്നീട് പഠിത്തമൊക്കെ കഴിഞ്ഞ് വരുന്നു. ഗാന്ധിജി അടക്കം വന്ന് ജയിലിലാണ്. രംഗം വെറുതെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇന്ത്യ എന്ന മഹാരാജ്യം, അതും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ അടങ്ങുന്ന ഇന്ത്യ, മഹാഭാരത് എന്ന് പറയുന്ന ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടാതെ അലഞ്ഞു തിരിയുകയാണ്. അന്ന് ഗാന്ധിജി അടക്കമുള്ളവർ ജയിലിലാണ്. ആ ജയിലുള്ള ഗാന്ധിജി അടക്കമുള്ളവരെ നേരെ എന്താക്കുന്നു, ഇറക്കുന്നു. കാരണം ഓക്സ്ഫോർഡിലെ വിദ്യാർത്ഥിയാണ്. അവസാനം ഗാന്ധിജി അടക്കമുള്ള ആളുകൾ ബ്രിട്ടനിലേക്ക് സ്വാതന്ത്ര്യം വാങ്ങിക്കാൻ വേണ്ടിയുള്ള സംസാരത്തിന് വേണ്ടി ആളുകളെ വിടുന്ന കൂട്ടത്തിൽ അതിമനോഹരമായി അവിടെ പ്രസംഗിക്കാൻ ഓക്സ്ഫോർഡിൻ്റെ വിദ്യാർത്ഥിയെയും വിടുകയാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി 1931, 47 സ്വാതന്ത്ര്യം കിട്ടുന്നത്. 1931 ബക്കിംഗ്ഹാം പാലസിലെ വട്ടമേശ സമ്മേളനത്തിലേക്ക് വിടുന്ന പ്രതിനിധികളിൽ ഒരാൾ, ഏറ്റവും പ്രധാനപ്പെട്ട കീ നോട്ട് അഡ്രസ് എന്ന് പറയുന്നത് മൗലാന മുഹമ്മദ് അലി ജൗഹറാണ്. ബോംബെയിൽ നിന്ന് കപ്പൽ കയറുമ്പോൾ, എല്ലാ കുട്ടികളും ശ്രദ്ധിക്കണേ, അദ്ദേഹത്തിൻ്റെ മതാചാര പ്രകാരമാകട്ടെ, എന്നാലും ബോംബെയിൽ നിന്ന് കപ്പൽ കയറും. അന്ന് കപ്പലിലാണ് പോവുക ബ്രിട്ടനിലേക്ക്. ആ പോകുന്ന സമയത്ത്, കാരണം 38 ഫ്ലൈറ്റൊക്കെ എങ്ങനെ ഏതായത് തുടങ്ങിയതും പിന്നീട് അതൊക്കെ വന്നത്. അതുകൊണ്ട് അതിനു മുമ്പേ ഷിപ്പിലുള്ള യാത്രയിൽ ബോംബെയിൽ നിന്ന് കപ്പൽ കയറുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് നേതാക്കന്മാർ, മൗലാന വാട്ട്സ് യുവർ മാനിഫെസ്റ്റോ? ഇതേപോലെ തന്നെ ഈ തൊപ്പിയും പിന്നെ എന്താ പറയുക, വലിയ കോട്ടുമൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ, മൗലാന വാട്ട്സ് യുവർ മാനിഫെസ്റ്റോ? നിങ്ങളുടെ മാനിഫെസ്റ്റോ എന്താണ്? നിങ്ങൾ അവിടെ പോയി പറയാൻ പോകുന്ന പ്രകടന പത്രിക എന്താണ്? ആ സമയത്ത് തൻ്റെ പോക്കറ്റിൻ്റെ ഈ കീശയിൽ നിന്ന്, കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് മെല്ലെ ചെറിയ ഖുർആൻ്റെ പതിപ്പ് ഇങ്ങനെ എടുത്തുയർത്തിക്കൊണ്ട് പറഞ്ഞ വാക്ക്, ഇറ്റ്സ് മൈ മാനിഫെസ്റ്റോ, ഇറ്റ്സ് ഓൺലി മൈ മാനിഫെസ്റ്റോ. ഇതാണ് എൻ്റെ മാനിഫെസ്റ്റോ. ഇതിലുള്ളതാ പറ, ജസ്റ്റിസിനെ കുറിച്ച്, മനുഷ്യൻ്റെ അവകാശങ്ങളെക്കുറിച്ച് ഇങ്ങനെയായിരിക്കും ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് പോവാണ്. ആ പോക്ക് പോയിട്ട് ഇന്നേ വരെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാത്തൊരു മനുഷ്യൻ്റെ പേര് കൂടിയാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ. 1931 പോയതാ, 2025 തിരിച്ചു വന്നിട്ടില്ല. അതിനിടയ്ക്ക് എന്ത് സംഭവിച്ചു നിങ്ങൾ പഠിക്കണം. അലി സഹോദരന്മാർ എന്ന്, അലി ബ്രദേഴ്സ് എന്ന് നിങ്ങൾ സ്കൂളിൽ പഠിച്ചു വിടുമ്പോൾ, വെറും ഒരു പാരഗ്രാഫായിട്ട് പഠിപ്പിച്ചു വിടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു മനുഷ്യനെക്കുറിച്ച്. അതുപോലെയുള്ള ആളുകളായി മാറാനാണ് സത്യത്തിൽ അന്ന് മന്നാനിയ എന്ന് പറയുന്നത് തുടക്കം കുറിച്ചത്. അതുപോലെ എല്ലാവരും ആവണമെന്നല്ലോ. ഓരോരുത്തർ, ഇപ്പോൾ ശ്രീനാരായണ ഗുരു എത്ര മനോഹരമായി ഈ ലോകത്തിനെ വാർത്തെടുത്തു, അല്ലെങ്കിൽ കേരളത്തെ വാർത്തെടുത്തു. ലോകത്തിലെ ഏറ്റവും വലിയ കരിയർ ഏതാണെന്നറിയോ നിങ്ങൾക്ക്? അറിയോ? ദ നമ്പർ 1 കരിയർ ഇൻ ദിസ് വേൾഡ്. ഒന്ന് പറഞ്ഞട്ടെ കുട്ടികളെ, ലോകത്തിലെ ഏറ്റവും വലിയ കരിയർ ഏതാ? ഡോക്ടറാണോ? അല്ല. എഞ്ചിനീയർ ആണോ? അല്ല. സിവിൽ സർവീസ് ആണോ? അല്ല. സയൻറ്റിസ്റ്റ് ആണോ? അല്ല. ലോകത്തിലെ നമ്പർ 1 കരിയർ ഏതാണെന്നറിയോ? മന്നാനിയ കോളേജിലെ കുട്ടികൾ ഇന്നെങ്കിലും അതൊന്ന് പഠിക്കുക, അല്ലെങ്കിൽ ഒന്ന് വായിച്ച് മനസ്സിലാക്കി, അല്ലെങ്കിൽ റിസർച്ച് ചെയ്യുക. സെർച്ചിങ് അല്ല, റിസർച്ച്. സെർച്ച് വേറെ, വെറുതെ സെർച്ച് ചെയ്തുമ്പോൾ ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ അത് റിസർച്ച് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. AI റിസർച്ച് ചെയ്തിട്ടാണ് നിങ്ങൾ സെർച്ചിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ റിസർച്ച് തന്നെ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് മറുപടി കിട്ടും. നമ്പർ 1 കരിയർ ഇൻ ദിസ് വേൾഡ് എന്ന് പറഞ്ഞാൽ അതെന്താണെന്നറിയോ? സോഷ്യൽ റിഫോമർ എന്നതാണ്. സമൂഹത്തെ വാർത്തെടുക്കുന്ന മനുഷ്യരെയാണ് സോഷ്യൽ റിഫോമർ എന്ന് പറയാം. അപ്പോൾ ആ സോഷ്യൽ റിഫോമേഴ്സ് ആകല. അയാൾ ഡോക്ടറാകാം ഒരു പക്ഷേ, അയാൾ എഞ്ചിനീയർ ആകാം ഒരു പക്ഷേ, അയാൾ കലക്ടറാകാം ഒരു പക്ഷേ, അയാൾ ഒരു പക്ഷേ സയൻറ്റിസ്റ്റ് ആകാം. APJ അബ്ദുൽ കലാം ടെക്നിക്കൽ സയൻറ്റിസ്റ്റ് ആയിരുന്നു, പക്ഷേ അദ്ദേഹം ഒരു സോഷ്യൽ റിഫോമർ ആയിരുന്നു. പറഞ്ഞു മനസ്സിലുണ്ടോ നിങ്ങൾക്ക്? കേരളം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നിയമസഭ കൊണ്ടുവന്നു. ശ്രദ്ധിക്കണേ,
നിയമസഭ കേൾക്കാൻ വേണ്ടി അദ്ദേഹത്തിന് അതിഥിയായി കൊണ്ടുവന്നു. ഹെലിപ്പാഡുകൾ ഉണ്ടാക്കി, ബാരിക്കേഡുകൾ ഉണ്ടാക്കി, മിലിറ്ററികൾ നിരന്നു. കാരണം അദ്ദേഹം ടെക്നിക്കൽ സയൻറ്റിസ്റ്റാണ്, മിസൈൽ മാനാണ്, അതോടൊപ്പം വന്ന് പ്രസിഡൻറ്റും കൂടിയാണ്. Z കാറ്റഗറി പ്രൊട്ടക്ഷൻ, Z കാറ്റഗറി പ്രൊട്ടക്ഷൻ. ആ പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് വരികയാണ്. അന്ന് നിയമസഭയ്ക്ക് കൊടുത്തത് വെറും 15 അല്ലെങ്കിൽ 20 മിനിറ്റ്. നിയമസഭയ്ക്ക് കൊടുത്തത് 20 മിനിറ്റ്. പക്ഷേ തൊട്ടപ്പുറത്ത് തിരുവനന്തപുരത്തെ നിങ്ങളുടെ സ്കൂളിന് സമയം കൊടുത്തത് 3 മണിക്കൂർ, അതും അൺഒഫീഷ്യലായിട്ട്. അന്ന് കൂടെ ഉണ്ടായിരുന്ന നമ്മൾ പറയുന്ന ബ്ലാക്ക് കാറ്റ്സ് പ്രൊട്ടക്ഷൻ, ആ ആളുകളൊക്കെ മാറി നിൽക്കേണ്ടി വന്നു. കാരണം കുട്ടികൾക്കിടയിലൂടെയായിരുന്നു അന്ന് APJ അബ്ദുൽ കലാം നടന്നത്. കാരണം പ്രസിഡന്റ് എന്ന് പറയുന്ന പദത്തേക്കാൾ അധ്യാപകൻ എന്ന് പറയുന്ന പദത്തിലേക്ക് അദ്ദേഹം ഉയരുകയായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ടീച്ചേഴ്സിനെ നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ടീച്ചേഴ്സിൻ്റെ സ്ഥാനം എല്ലാ പ്രസിഡന്റുമാരുടെയും അപ്പുറത്താണെന്ന് നിങ്ങൾ തീരുമാനിക്കണം. അപ്പോഴേ അധ്യാപകനെ മാനിക്കാൻ നമുക്ക് പറ്റൂ. കാരണം ഈ ലോകത്തിലെ ഏറ്റവും ആദരവ് പിടിച്ചു വാങ്ങുന്ന ആൾക്കാർ സത്യത്തിൽ ഫോഴ്സ്ഫുള്ളി അല്ലാതെ അത് അധ്യാപകരാണ്. ആണോ അല്ലേ? നിങ്ങൾ പറയട്ടെ. നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നണമെന്നില്ല, ഞങ്ങളെ ടീച്ചർമാരോ എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ടീച്ചേഴ്സ് അതാണ്. നിങ്ങൾ ഭാവിയിൽ കളക്ടറായെന്ന് വിചാരിക്കുക, ജില്ലാ കളക്ടർ, തിരുവനന്തപുരം ജില്ലയുടെ കളക്ടറായിട്ടിരിക്കുക, ഡിസ്ട്രിക്ട് കളക്ടർ. ആ സമയത്ത് ഫയലുകൾ ഇങ്ങനെ ഒപ്പുവെക്കുകയാണ്. ഡോക്ടേഴ്സ് കടന്നു വരുമ്പോഴും മേ ഐ കമിൻ സർ എന്ന് ചോദിക്കണം. എഞ്ചിനീയേഴ്സ് കടന്നു വരുമ്പോഴും ചോദിക്കണം. വേണോ വേണ്ടേ? വേണം. ആര് കടന്നു വരുമ്പോഴും ചോദിക്കണം. കാരണം അദ്ദേഹം പ്രോട്ടോക്കോൾ അനുസരിച്ച് ഒരുപാട് മേലെയാണ്. പക്ഷെ അദ്ദേഹത്തിന് LKGയിലോ അല്ലെങ്കിൽ 4ാം ക്ലാസ്സിലോ പഠിപ്പിച്ച അധ്യാപകൻ എങ്ങനെ കടന്നു പോകാമെന്ന് വിചാരിക്കും. ഏതോ ഒരു നാരായണൻകുട്ടി സാറ്. കളക്ടർ പറയാണ്, എൻ്റെ അധ്യാപകനാണ് പോണത്, വിളിക്കുന്നത്. സാറ് പറഞ്ഞ ഉടനെ തന്നെ നേരെ സ്റ്റാഫ് പോയിട്ട് പറയും, സാറേ നിങ്ങളെ സാറ് വിളിക്കുന്നു. ഇതിൽ ആരാ ഏറ്റവും വലിയ സാറ് എന്ന് തന്നെ കൺഫ്യൂഷനാണ് കുട്ടിക്ക്. സാറേ നിങ്ങളെ സാറ് വിളിക്കുന്നു. അങ്ങനെ സാറിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഡിസ്ട്രിക്ട് കളക്ടർ പിന്നെ അവിടെ ഇരിക്കില്ല, മെല്ലെ എഴുന്നേൽക്കും. ഒരു ഡോക്ടറെ കണ്ടാൽ എഴുന്നേൽക്കാത്ത, എഞ്ചിനീയറെ കണ്ടാൽ എഴുന്നേൽക്കാത്ത, ഈവൻ സയൻറ്റിസ്റ്റിനെ കണ്ടാൽ പോലും എഴുന്നേൽക്കാത്ത കളക്ടർ ഒരു ഉദാഹരണം പറയാണ്. തൻ്റെ അധ്യാപകനെ കാണുമ്പോൾ എഴുന്നേൽക്കും. എന്നിട്ട് ആൾക്കൂട്ടത്തിൽ വെച്ച്, അപ്പോഴേക്കും കളക്ടറേമാൻ്റെ അധ്യാപകൻ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ ആ ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് തോളത്ത് ഇങ്ങനെ തട്ടിയിട്ട്, ജസ്റ്റ് ഇങ്ങനെ ചുമലിൽ തട്ടിയിട്ട്, പോട്ടടാ മോനെ എന്ന് പറയാൻ ഈ ലോകത്തിൽ ഒരാൾക്ക് അവകാശമുള്ളൂ, അധികാരമുള്ളൂ. അവൻ്റെ പേരാണ് അധ്യാപകൻ. അത് നമ്മൾ തിരിച്ചറിയണം. അതാണ് ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. ആ ഒരു അധ്യാപകനായിട്ടായിരുന്നു അന്ന് APJ അബ്ദുൽ കലാം നിന്ന്. അതുകൊണ്ടാണ് സോഷ്യൽ റിഫോമേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിത് വലിയൊരു കാര്യമായിട്ട് ഒരു പക്ഷേ തോന്നി. എൻ്റെ പ്രിയപ്പെട്ട അനിയത്തിമാർ, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന മനുഷ്യൻ, ഞാൻ പറഞ്ഞല്ലോ 87ാമത്തെ വയസ്സിൽ അപ്പുറത്തിരിക്കുന്ന തൊടിയൂർ ഉസ്താദ്, ഇവരൊക്കെ അത് കാണുമ്പോൾ ഇവരിത് തുടങ്ങി വെച്ചിട്ടുണ്ട്. റിഫോമേഷൻ ചെറുതെങ്കിലും ചെറുത്. ആ റിഫോമേഷൻ്റെ ഭാഗമായിട്ടാണ് അവരും ഒരുപാട് കുട്ടികൾ പഠിച്ചു പോയി. ഇവിടുത്തെ കുട്ടി, ഞാനൊരിക്കൽ ഇതേപോലെ തന്നെ 2-3 തവണ പോയിട്ടുണ്ട് മഹാരാജാസ് കോളേജിൽ. അവിടെ ഒരിക്കൽ ഇവിടെ മന്നാനിയയിൽ പഠിച്ചിട്ടൊരു കുട്ടിയായിരുന്നു അവിടെ അന്ന് പ്രിൻസിപ്പളായിരുന്നത്. മന്നാനിയയിലെ വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താ? ഷാജില അല്ലേ? ഇവിടെ പഠിച്ച കുട്ടി അവിടെ പ്രിൻസിപ്പൾ. കേരളത്തിലെ പ്രശസ്തമായിട്ടുള്ള ക്യാമ്പസ്, നിങ്ങൾ പറയുന്ന മമ്മൂട്ടിയും എല്ലാവരും പഠിച്ചിട്ടുള്ള ക്യാമ്പസിൻ്റെ പ്രിൻസിപ്പളാണ്. ഇവിടെ പഠിച്ച കുട്ടിയായിരുന്നു മന്നാനിയയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്തെന്ന് വെച്ചാൽ, സോഷ്യൽ റിഫോമർ, അത് അധ്യാപകനാകാം, പലതും ആകാം. സമൂഹത്തെ വാർത്തെടുക്കുന്നതാണ് ഏറ്റവും ടോപ്പ് റേഞ്ച്. അങ്ങനെയുള്ളൊരു മനുഷ്യൻ്റെ കഥയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ അദ്ദേഹം പോകുന്നു. അവിടെ പോകുമ്പോൾ 80 രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയാണ് അന്നാര്? ജോർജ്. രംഗം വെറുതെ ഒന്ന് കണ്ടു നോക്കും. ബക്കിംഗ്ഹാം പാലസ് എന്ന് പറഞ്ഞാൽ വലിയ കൊട്ടാരാണ് കേട്ടോ. അതിൻ്റെ ഹാള് ഈ ലോകത്തിലെ എന്തും ആളുകൾക്ക് വില കൊടുത്തു വാങ്ങാം. എന്നാൽ എലോൺ മാസ്കിന് പോലും വാങ്ങാൻ പറ്റാത്തൊരു പ്രോപ്പർട്ടിയുടെ പേരാണ് ബക്കിംഗ്ഹാം പാലസ്. കാരണം അത് അതിൻ്റെ ആധാരം അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരാൾക്കും കൈമാറ്റം ചെയ്യാൻ പാടില്ല. 1000 വർഷം കഴിഞ്ഞാലും ഒരു എലോൺ മാസ്കിനും വാങ്ങാൻ പറ്റാത്ത ഒരു പാർലമെൻറ്റ് ഹാളിൻ്റെ പേരാണ് ബക്കിംഗ്ഹാം പാലസ്. അതിൻ്റെ അകത്ത് നിന്ന് ബ്രിട്ടീഷ് റൂളേഴ്സ് ഭരിച്ചിരുന്ന ബക്കിംഗ്ഹാം പാലസിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട്, അതിൻ്റെ സീറ്റിൽ നിന്നുകൊണ്ട് അദ്ദേഹം സംസാരിക്കണേ. വെറുതെ ഒന്ന് കണ്ടുനോക്കിയാട്ടെ മനസ്സിലൊന്ന്. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക്, എനിക്ക് തരണം നിങ്ങൾ എന്ത്? ജസ്റ്റ് കുറച്ച് മിനിറ്റുകൾ എനിക്ക് സംസാരിക്കാൻ. ജോർജിന് മനസ്സിലായി. ജോർജ് എന്ന് പറഞ്ഞാൽ 80 രാജ്യം ഭരിക്കുന്ന ചക്രവർത്തിയാണ്, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. അതുകൊണ്ട് ജോർജിന് മനസ്സിലായി ഇയാൾ ഇവിടെ ആകെ കസറുന്നു. കാരണം ഓക്സ്ഫോർഡിൻ്റെ വിദ്യാർത്ഥിയാണ്, അപാരമായി പ്രസംഗിക്കുന്ന ആളാണ്, ഭാഷാ പണ്ഡിതനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഓക്സ്ഫോർഡിൻ്റെ എഡിറ്റർ കൂടിയായിരുന്നു, സ്റ്റുഡൻ്റ് എഡിറ്റർ ആ പഠിച്ചിരുന്ന കാലത്ത്. അതുകൊണ്ട് അദ്ദേഹത്തെ പറയാണ്, നിങ്ങൾക്ക് 5 മിനിറ്റ് അനുവദിച്ചിരിക്കുന്നു, ഓൺലി 5 മിനിറ്റ്സ്. I am the representative of 32 crores. ഞാൻ 32 കോടി ജനതയുടെ പ്രതിനിധിയാണ്. അന്ന് ഇന്ത്യയിൽ 32 കോടി ജനങ്ങളാണ്, ഏകദേശം കാനേഷുമാരി കണക്ക്. ഞാൻ 32 കോടി ജനതയുടെ പ്രതിനിധിയാണ്. അതുകൊണ്ട് 1 കോടി ജനതയ്ക്ക് 1 മിനിറ്റ് താ, എന്നിട്ട് എനിക്ക് 32 മിനിറ്റ് തരണം എൻ്റെ ഇന്ത്യയുടെ കാര്യം പറയാൻ.
നമ്മുടെ ഇന്ത്യയുടെ നമ്മളൊക്കെ സ്വാതന്ത്ര്യം കാട്ടിയിട്ട് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. പഴയ കാലത്ത് എങ്ങനെയാ? പാവപ്പെട്ടവർ കുമിഞ്ഞൊടുക്കണം, ബ്രിട്ടീഷുകാർ അവൻ്റെ പുറത്ത് ചവിട്ടിയിട്ട് അങ്ങോട്ട് ഇറങ്ങുക. ഏതിൽ നിന്ന്? ആ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കാണണം. പഴയത് വന്നിറങ്ങുന്ന സമയത്ത് നമ്മൾ ഇന്ത്യക്കാർ കുമിഞ്ഞു നിന്ന് കൊടുക്കണം. എന്നിട്ട് ആ പല്ലക്കിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇന്ത്യക്കാരൻ്റെ ചുമലിൽ ചവിട്ടിയിട്ട് ആ ബ്രിട്ടീഷുകാർ ഇറങ്ങുക. മനസ്സിലായിട്ടുണ്ടോ? ആ സ്വാതന്ത്ര്യം, അതിൽ നിന്നൊക്കെ മോചിതമാകുന്ന സ്വാതന്ത്ര്യം, അത് നേടിയിട്ടേ പോണേ. എനിക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറയും 32 മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ കുറച്ച് അനുവദിച്ചു കൊടുക്കുന്നു. തൻ്റെ 17ാമത്തെ മിനിറ്റ്, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, വ്യത്യസ്ത മതാചാരക്കാർ വിരിക്കുമ്പോൾ അവനവൻ്റെ മതത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോയി സ്നേഹനിധിയോടുകൂടി ആകണം നമ്മളെന്ന് പറയാൻ 17ാമത്തെ മിനിറ്റിൽ എന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. മൈ ബിലവഡ് പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസ് ദാറ്റ്, എൻ്റെ സ്നേഹഭാജനമായ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എന്ന് പറഞ്ഞപ്പോഴേക്കും ജോർജ് പറയാണ്, സ്റ്റോപ്പ് ദെയർ, ഡോണ്ട് ഇൻഡിക്കേറ്റ് ഹിയർ. ഈ ഹാളിൽ ആ മനുഷ്യൻ്റെ പേര് പറയരുത്. അങ്ങനെ മതപരമായി പറയാനുള്ള ഹാളല്ല ഇത് എന്ന് വാശിയോടെ പറയുമ്പോൾ തൻ്റെ മേശയിൽ കൈകൾ അടിച്ചുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റു. മുഹമ്മദ് അലി ജൗഹർ, ബ്രിട്ടീഷുകാർ പോലും എഴുതി വെച്ചിട്ടുണ്ട് ആ വാക്കുകൾ. മിസ്റ്റർ ജോർജ്, ഇഫ് യു ആസ്ക് അബൌട്ട് മൈ റിലിജിയൻ, firstly, secondly, finally, I'm a Muslim, I'm a Muslim, I'm a Muslim. Mr. George, if you ask about my nation, firstly, secondly, finally, I'm an Indian, I'm an Indian, I'm an Indian only, Mr. George. നിങ്ങൾ ചോദിക്കുന്നത് എൻ്റെ മതത്തെക്കുറിച്ചാണോ? ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു മുസൽമാനാണ്, ഞാനൊരു മുസൽമാൻ മാത്രമാണ്. പക്ഷേ മിസ്റ്റർ ജോർജ്, നിങ്ങൾ ചോദിക്കുന്നത് എൻ്റെ രാജ്യത്തെക്കുറിച്ചാണോ? ഒന്നാമതായും രണ്ടാമതായും അവസാനമായും ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഞാനൊരു ഇന്ത്യക്കാരൻ മാത്രമാണ് എന്നാണ്. ആ പ്രസംഗത്തിൻ്റെ അവസാനം അദ്ദേഹം കുഴഞ്ഞു വീഴുന്നു. അവിടുന്ന് ഓക്സ്ഫോർഡ്, പഴയ വിദ്യാർത്ഥി എന്ന നിലക്ക് ഓക്സ്ഫോർഡിൻ്റെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു. അവിടെ വെച്ച് 2-3 വസിയത്തുകൾ പറഞ്ഞു കൊടുക്കുന്നു. അവസാനം തന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകരുത് എന്ന് പറയുന്നു. ഒരു മനുഷ്യൻ്റെ അവസ്ഥ ഒന്ന് നോക്കിയിട്ട്, ഗാന്ധിജി എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ത്യക്ക് വേണ്ടി ആയിരക്കണക്കിന് ആളുകൾ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യക്ക് വേണ്ടി സംസാരിച്ചിട്ട് തൻ്റെ ജീവിതം അസ്തമിച്ചു പോയ ഒരാളെ ഉള്ളൂ, അത് മൗലാന മുഹമ്മദ് അലി ജൗഹറാണ്. ഒരേ ഒരു മനുഷ്യൻ പ്രസംഗത്തിൽ കുഴഞ്ഞു വീണ് അവസാനം ആശുപത്രിയിലേക്ക് മാറ്റി. അവിടുന്ന് വഴിമധ്യേ മരിക്കുമ്പോൾ ഇന്ത്യയിലേക്ക് എന്നെ കൊണ്ടുപോകരുത്, ബിക്കോസ് they are waiting for me, അവരെന്നെ കാത്തിരിക്കുന്നു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് എന്നെ മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ അടക്കം ചെയ്ത ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ജെറൂസലമിൻ്റെ ഭാഗത്തിലേക്ക് അഥവാ ഫലസ്തീൻ്റെ ഭാഗത്തിലെ ആ പള്ളിയിൽ കൊണ്ടുപോയി എന്നെ അടക്കം ചെയ്യണമെന്നാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഖബർസ്ഥാനിൽ പോയിട്ടുണ്ട്. എഴുതി വെച്ചിട്ടുണ്ട് ഫലകത്തിൽ, here was buried Mr. മൗലാന മുഹമ്മദ് അലി ജൗഹർ is the gems of the history of India. ഇന്ത്യ ചരിത്രത്തിൻ്റെ രത്നമെന്നറിയപ്പെടുന്ന ജൗഹറിനെ ഇവിടെയാണ് അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന്. ദാറ്റ് ഈസ് സോഷ്യൽ റിഫോർമേഷൻ. ഒരു രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഒരു രാജ്യത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി. അതായിരിക്കണം ഒരു വിദ്യാർത്ഥി. ഓക്സ്ഫോർഡിൻ്റെ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. ഇന്ദിരാഗാന്ധി, ഉദാഹരണത്തിന്, ഞാനൊരു പാർട്ടിയെ പറ്റി പറയല്ല, ഇന്ദിരാഗാന്ധി പഠിച്ചതും ഇതേ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ്. ഭരണതന്ത്രങ്ങൾ മാറ്റുമ്പോൾ ചില പിഴവുകൾ വന്നിട്ടുണ്ടാകാം, എനിക്കറിഞ്ഞുകൂടാ. ചരിത്രം കുറച്ച് വായിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നു നമുക്ക്, ചിലപ്പോൾ അടിയന്തരാവസ്ഥകളൊക്കെ വരുമ്പോൾ. പക്ഷേ ഇന്ദിരാഗാന്ധി ഇവിടെയാണ് പഠിച്ചത്. ഇന്ദിരാഗാന്ധി ഈ ഒരു മാസ്മരികതയിലാണ് വളർന്നത്. അയൺ ലേഡി എന്ന്, കഴിഞ്ഞ 1000 വർഷത്തിനിടെ ഒരു ലേഡി എന്ന് പറയപ്പെടുന്ന ലേഡിയായി ഇന്ദിരാഗാന്ധി അറിയപ്പെടുന്നതും ഇത്തരം യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ട് അത്തരം പ്രവർത്തനങ്ങൾ ചെയ്തതുകൊണ്ടാണ്. ഇന്ദിരാഗാന്ധിയെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക, ഓക്സ്ഫോർഡിലാണ് പഠിച്ചത്. മൗലാന മുഹമ്മദ് അലി ജൗഹർ ഓക്സ്ഫോർഡിലാണ് പഠിച്ചത്. അപ്പുറത്ത് നെഹ്റു പഠിച്ചതാണ് കേംബ്രിഡ്ജ്. അതിലാണ് ആരും പഠിച്ചതും, അല്ലാമ ഇക്ബാലും പഠിച്ചത്. അതിലാണ് അമർത്യ സെൻ പഠിച്ചത്. ഇങ്ങനെ ഒരുപാട് ആളുകളെ നമുക്ക് അവിടെ കാണാം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇൻ്റലക്ച്വലി ടോപ്പ് റേഞ്ചിലേക്ക് എത്തി ഇത്തരം ക്യാമ്പസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്ക്. ഇത്തരം ക്യാമ്പസിലേക്ക്, ആ ഒരു ക്യാമ്പസിൻ്റെ മാസ്മരികതയിലേക്ക് നമ്മൾ എത്തണം. അതാണ് നമുക്ക് വേണ്ടത്. ഇവിടെ ഇരിക്കുന്ന മന്നാനിയ കുട്ടികളോട് ഞാൻ പറയാം. കാരണം അവിടെ ഓരോ ആളുകളും അങ്ങനെയാണ്. നമ്മളവിടെ ക്യാമ്പസിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് എന്തൊരു രസം ഉണ്ടാവുന്ന, 150 രാജ്യത്തെ കുട്ടികളെ ഞങ്ങൾ ഫ്രണ്ട്സ്. പക്ഷേ മര്യാദയോട് കൂടിയിട്ട് പോകണം. മര്യാദ ഉള്ളവരവിടെ എത്തുള്ളൂ. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഒരാൾക്കും ഒരാളോടും ദേഷ്യം ഉണ്ടാവില്ല, ഒരു മതക്കാരോടും ഒരു പുച്ഛം ഉണ്ടാവില്ല. തന്നെ നിങ്ങൾ ഈ പറയുന്ന മണ്ണാങ്കട്ട പ്രണയത്തിനൊന്നും അവരോട്ട് കിട്ടൂല. കാരണം അവർ ലോകത്തിൻ്റെ നെറുകയിലേക്ക് കുതിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ വഴിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഇതിനൊന്നും അവർക്ക് സമയം കിട്ടൂല. അവർ പോകും അപ്പുറത്തേക്ക്, ചിലപ്പോൾ കല്യാണം കഴിക്കാൻ പോലും മറന്നു പോകും അവർ. അത് ആവരുതെന്ന് മാത്രം. രാഹുൽ ഗാന്ധി അവിടെ പഠിച്ചതാണ്, ഞാൻ പാർട്ടി പറയല്ല. രാഹുൽ ഗാന്ധി ഇതേ കോളേജിലാണ് പഠിച്ചത്. ഇവരൊക്കെ പഠിച്ച കോളേജിലാണ് അവരും പഠിച്ചത്. ഈ നെഹ്റുവും ഇവരൊക്കെ പഠിച്ചിട്ടുള്ളത്. ഞാൻ ഒരു വ്യക്തിനെ പറയല്ല. സ്വഭാവത്തിൽ, ജീവിതത്തിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ, പ്രസരിപ്പിൽ അങ്ങനെ കൈമാറും നമ്മൾ. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തെ കൊണ്ടുപോകാൻ നമുക്ക് പറ്റും. ശ്രദ്ധിക്കണേ,
PSCയുടെ പാറ്റേണൊക്കെ മാറാൻ പോവാണ്. അതും കൂടി പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വരാം. PSCയുടെ പാറ്റേണിൽ നോളേജബിൾ അല്ല, വെറും എന്ത് മതിയായിരുന്നു, കുറേ വിവരങ്ങൾ മതിയായിരുന്നു. ഇനി കംപ്ലീറ്റ് സ്കിൽ മോഡിലേക്ക് കയറാൻ പോവാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം സ്കില്ലുണ്ട് എന്നത് തന്നെയാണ് എന്ത് അറിവ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ ഒരു അഡ്മിനിസ്ട്രേഷനിലേക്ക് കയറാൻ പോകുന്ന അഡ്മിനിസ്ട്രേഷൻ സ്കില്ലിൽപ്പെട്ട സ്കില്ലുകൾ എത്രത്തോളം ഉണ്ട് എന്ന് അതിന് സോട്ട് അനാലിസിസ് ചോദിക്കാൻ പോവാണ്. എന്താ സോട്ട്? എടാ SWOT, അതെന്താ? സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ്. അത് വെച്ചിട്ടായിരിക്കും ഇനി PSC ഒക്കെ വരാൻ പോകുന്നത്. നിങ്ങളെ കംപ്ലീറ്റ് സ്ട്രെങ്ത്തുകൾ അളക്കും. ആ സ്ട്രെങ്ത്തിനെ വെച്ചിട്ട് എന്താക്കും? കംപ്ലീറ്റ് ലോകങ്ങൾ തീർക്കും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ കൃത്യമായിട്ട് എന്താക്കണം? സ്കിൽ മോഡിലേക്ക് പോകണം. അതിൽ ഒന്ന് ഞാൻ പറഞ്ഞുള്ള റെഫറൻസ് സ്കിൽ, മറ്റൊന്ന് ഡാറ്റ ഇൻ്റർപ്രിട്ടേഷനാണ്. ഡാറ്റകൾ കിട്ടിക്കഴിഞ്ഞാൽ അത് മറ്റുള്ളവരോട് അവതരിപ്പിക്കാനുള്ള ശേഷി, ഓറലി ഓർ റിട്ടേൺലി. മറ്റൊന്ന് റെഫറൻസ് സ്കിൽ, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ, ആൾട്ടിക്കൽ റീസണിങ്, പെട്ടെന്ന് അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി, ക്രിട്ടിക്കൽ ഇവാലുവേഷൻ, ഭയങ്കരമായിട്ട് ക്രിട്ടിക്കൽ ഇവാലുവേഷൻ നടത്താനുള്ള കപ്പാസിറ്റി, ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി, നന്നായിട്ട് തീരുമാനങ്ങൾ എടുക്കാനുള്ള കപ്പാസിറ്റി. അവനവനെ കുറിച്ചിട്ട് തന്നെ തീരുമാനം എടുക്കാൻ പറ്റണില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മന്നാനിയലുണ്ടാവില്ല. ചില കുട്ടികളിപ്പോൾ ഇതിന് ഉപോത്ബലകമായി ഒരുപാട് മേഖലകൾ ഉണ്ടായിരിക്കെ ഈ കുട്ടികളിൽ കൂടുതലും ആൾക്കാർ ആഗ്രഹിക്കുന്നത്, ഇപ്പം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഏതിലൂടെയാണെന്നൊരു ഇൻസ്റ്റഗ്രാമിലൂടെ. ആ മേഖല പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കും സങ്കടമൊന്നും തോന്നരുത്, പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇൻസ്റ്റഗ്രാമിലൂടെയാണ് 80% MDMA വീടുകളിൽ എത്തുന്നത് എന്നതാണ് പുതിയ പഠനം. ഇതിന് വേണ്ടിയിട്ട് ഒരിക്കലും എന്തിൻ്റെ ആവശ്യമില്ല, നമ്മൾ അത് തേടിപ്പോകേണ്ട ആവശ്യമില്ല. ഞാൻ സാറന്മാരോട് എല്ലാവരോടും പറയാണ്. എന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിലൂടെ ബുക്ക് ചെയ്യുന്നു, അവർ ഇതേപോലെ തന്നെ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് എടുത്തെടുത്ത് കൊണ്ടുവെക്കുന്നു. ആ ഗൂഗിൾ മാപ്പിലൂടെ പോയിട്ട് എടുത്തു വരുന്നു. ഉമ്മൻ്റെ മൊബൈലിൽ നിന്ന് ഇത് കട്ടെടുത്തിട്ട് എന്ത് ചെയ്യുന്നു? അവരുടെ പേയ്മെൻറ്റും കൊടുക്കുന്നു. ഉമ്മക്ക് അറിയുന്നില്ല 2000 രൂപ പോയ കാര്യം. ഇതാണ് ഇന്നത്തെ കാലം. അപ്പോൾ അത് ഇമോഷണൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയും. അതിനെ നെഗറ്റീവായിട്ട് നമ്മൾ കൊണ്ടുപോവാണ്. അതുണ്ടായുള്ള അവസ്ഥ എന്താണെന്നറിയോ? ശ്രദ്ധിക്കണേ. ഒരു മയക്കുമരുന്ന് ഇവിടുത്തെ ഒരു കുട്ടിക്ക് ഉണ്ടാകില്ല എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞോട്ടെ, ഭാവിയിൽ ഒരു പക്ഷേ സുലഭമായി നമ്മുടെ നാട്ടിൽ കിട്ടും. ഞാൻ ഈ അടുത്തിടെ എന്നോട് എക്സൈസിൻ്റെ ഒരു മേധാവി എന്നോട് പറഞ്ഞ കാര്യം, എത്രത്തോളം അത് എത്തി എന്ന് ചോദിച്ചാൽ, എങ്ങനെയാണ് സിന്തറ്റിക് ഡ്രഗ്സ് ഉണ്ടാക്കുക എന്ന് വരെ കോഴ്സുകൾ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിക്കഴിഞ്ഞു എന്നതാണ്. സ്വന്തം ഉപയോഗിക്കാനുള്ള, ഞാൻ അധ്യാപകർക്കും കൂടിയിട്ട് പറയാണ്, സ്വന്തം ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് ഉണ്ടാക്കേണ്ടത് എന്നുള്ള സീക്രട്ട് കോഡുകൾ വെച്ചിട്ടുള്ള കോഴ്സുകൾ വരെ തുടങ്ങിയ ഒരു കാലത്താണ് നമ്മളുള്ളത്. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഏത് ലോകത്തേക്ക് പോകും? ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ് പ്ലീസ്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. ഒന്ന് അടുത്തുള്ളവർക്ക് ഒന്ന് കൈ കൊടുത്താട്ടെ. ഇരുന്നു. എന്താ സിന്തറ്റിക് ഡ്രഗ്സ്? എന്താണ്? ശ്രദ്ധിക്കണേ. എന്താണ് സിന്തറ്റിക് ഡ്രഗ്സ്? ഇവിടെ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ പറയുന്ന MDMA, ഉദാഹരണത്തിന് നിങ്ങൾ വിശ്വസിക്കുന്ന MDMA, അത് നമ്മൾ പറഞ്ഞ് പേടിപ്പിക്കല്ല. പക്ഷെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ചില അവസ്ഥകളുണ്ട്. ഈ പറയുന്ന എല്ലാ സ്വപ്നങ്ങളും നഷ്ടപ്പെടും. ഈ പറയുന്ന എല്ലാ ലോകങ്ങളും നഷ്ടപ്പെടും. നിങ്ങൾക്ക് ഉറപ്പായിട്ട് നഷ്ടപ്പെടും. നാളൊരു കുട്ടിയെ കൗൺസിലിംഗ് നടത്തുമ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞത് എന്താണെന്നറിയോ? ശ്രദ്ധിച്ച് കേൾക്കണേ. ആ കുട്ടി എന്നോട് പറഞ്ഞത്, സർ, എൻ്റെ നശിച്ച ബർത്ത്ഡേ എന്നാണ്. എന്താ നശിച്ച ബർത്ത്ഡേ? നിങ്ങളെല്ലാവരും ബർത്ത്ഡേ കഴിക്കുന്നവരുണ്ടാവും, കഴിക്കാത്തവരുണ്ടാവാം. എന്നെ സംബന്ധിച്ചിടത്തോളം ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ 1 വർഷം കൂടി കഴിഞ്ഞു എന്നുള്ളിടത്താണ് ഞാൻ നിൽക്കുന്നത്. അതൊരു സങ്കടകരമായ ലോകമാണ്. മനസ്സിലായോ? ഒരു സന്തോഷകരമായ ലോകമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം സങ്കടം എൻ്റെ 1 വർഷം കൂടി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അത് സന്തോഷകരമായി ഞാനിത് പറയുന്നത് എന്തെങ്കിലും പഴഞ്ചനായിട്ടല്ല കേട്ടോ. ബർത്ത്ഡേ ആഘോഷിക്കാത്ത ഇഷ്ടം പോലെ രാജ്യങ്ങളുണ്ട്, ഇഷ്ടം പോലെ യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. കാരണം അവർ സത്യത്തിൽ അന്ന് വയലിൻ കൊണ്ട് ഇറങ്ങലാണ്. എന്നിട്ട് ആ ഭയങ്കരമായിട്ടുള്ളൊരു മ്യൂസിക് ഇട്ടുകൊണ്ട് നടക്കും. അതെന്താ കാര്യം? എൻ്റെ 1 വർഷം കൂടി കഴിഞ്ഞു എന്നറിയാണ്. നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ടു യു, 1 കൊല്ലം കൂടി കഴിഞ്ഞു, സന്തോഷിച്ചോ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ലത്, നിങ്ങൾ എങ്ങനെയും വേണമെങ്കിൽ ആഘോഷിച്ചോ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ എത്ര വയസ്സായോ അതിൽ നിന്നും 1 ഇതള് കൂടി കൊഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ ഒരുപാട് ചെയ്യേണ്ടതൊന്നും ചെയ്തില്ലല്ലോ എന്ന ദുഃഖമാണ് സത്യത്തിൽ ചിലപ്പോഴൊക്കെ നമുക്ക് വരിക. എന്തോ ആകട്ടെ, ആ ബർത്ത്ഡേയുടെ ദിവസം ഈ കുട്ടി പറയാണ്, 8 എൻ്റെ ഫ്രണ്ട്സ് വീട്ടിലേക്ക് വന്നു. 8 ഫ്രണ്ട്സ് വന്നു, എൻ്റെ ചങ്ക് ഫ്രണ്ട്സ്, എൻ്റെ അടുത്ത ഫ്രണ്ട്സ്. അവർ വന്നിട്ട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഞങ്ങളിങ്ങനെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഉമ്മ പുഡിങ്സൊക്കെ ഉണ്ടാക്കി അവസാനം എൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് പുറത്തോട്ട് പോയി. ഈ കുട്ടി പറയാണ്, എൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് 8 പേരും പുറത്തോട്ട് പോയി. എൻജിനീയറിങ് സ്റ്റുഡൻസാണ്.
അപ്പോൾ അവർ പറഞ്ഞു, ഉമ്മ ഞങ്ങൾ പോയിട്ട് വരും. ഈ ഉമ്മ അന്ന് ബിരിയാണി ഉണ്ടാക്കി കൊടുത്ത്, നെയ്ച്ചോറ് ഉണ്ടാക്കി കൊടുത്ത്, എന്തൊക്കെയോ ഉണ്ടാക്കി കൊടുത്ത് എല്ലാം കൊടുത്തിട്ട് ഈ കുട്ടിയെയും കൊണ്ട് പുറത്തേക്ക് പോവാണ്. പുറത്തേക്ക് പോകുമ്പോൾ ഇവനെയും കൊണ്ട് പോകും. ഉമ്മ പറഞ്ഞ, മക്കളെ വേഗം വരൂല്ലേ, ഉമ്മയുടെ ആശങ്കയാണ്. ആ സമയം പെട്ടെന്ന് വരും എന്ന് പറഞ്ഞിട്ട് പോയി. അങ്ങനെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ക്യാമ്പസിൻ്റെ അപ്പുറത്തുള്ള ഹോസ്റ്റലിൻ്റെ ബാക്കിലുള്ള പാറപ്പുറത്ത് കുറേ വർത്തമാനം പറഞ്ഞിരുന്നു. ഈ കുട്ടി പറയാണ്, കൗൺസിലിങ്ങിൽ എന്നോട് പറയാണ്, സാർ അങ്ങനെ മഗ്‌രിബ് ബാങ്ക് കൊടുത്തു. വൈകുന്നേരം 7 മണിക്കുള്ള ബാങ്കാണെങ്കിൽ മഗ്‌രിബ് ബാങ്ക്, ഏകദേശം 6:45 ആ ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റപ്പോൾ, നീ അവിടെ തന്നെ ഇരിക്കുക എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ചു. പക്ഷേ എൻ്റെ ഉമ്മ രാത്രി പോലും അഥവാ തഹജ്ജുദ് പോലും നിസ്കരിക്കുന്ന ഒരു ഉമ്മയാണ്. ആ കുട്ടി പിന്നെ കരയാൻ തുടങ്ങി. എനിക്ക് നിസ്കാരം ഒഴിവാക്കിയിട്ടൊന്നും ഒരു പരിപാടി എൻ്റെ ഉമ്മ സമ്മതിക്കാറില്ല. പക്ഷെ മഗ്‌രിബ് ഇങ്ങനെ പോകുമ്പോൾ എനിക്ക് ബേജാറ് തുടങ്ങി. അപ്പോൾ 2 കുട്ടികൾ അവിടുന്ന് എഴുന്നേറ്റ് പോയി. ഈ കുട്ടി പറയാണ്, 2 കുട്ടികൾ അവിടുന്ന് എഴുന്നേറ്റ് പോയി. അവരെന്തിനാ എഴുന്നേറ്റ് പോകുന്നത് എനിക്ക് മനസ്സിലായില്ല. എഴുന്നേറ്റ് പോയി അവിടുന്ന് അങ്ങനെ പോയി ബൈക്ക് എടുത്തിട്ട് തിരിച്ചു വന്നപ്പോൾ അവരുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ അടുത്ത് വന്നപ്പോൾ ആ കുട്ടികൾ എന്ത് ചെയ്തു? വന്ന കുട്ടികളും കൂടെയുള്ളവരും, അതിൽ 2-3 ആളുകൾ മാറി നിന്ന് ബാക്കി 4-5 പേര് കയ്യും കാലൊക്കെ പിടിച്ചു വെച്ച്, ചിലരതിൽ ചവിട്ടിപ്പിടിച്ച്, ചിലർ കയ്യിൽ ചവിട്ടിപ്പിടിച്ച്, അതുവരെ കാണാത്ത ഫ്രണ്ട്സിനെ പോലെ ആ കുട്ടികൾ നേരെ അവൻ്റെ വായിലേക്ക് മദ്യം ഒഴിച്ചു കൊടുക്കുകയാണ്. വീര്യമേറിയ മദ്യം, സെലിബ്രേഷൻ. അതിന് നമ്മൾ പറയുന്ന പേരാണ് സെലിബ്രേഷൻ. നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളുടെ ബർത്ത്ഡേ ദിവസത്തിൽ അവന് ആഘോഷപൂർവ്വം ഒഴിച്ചു കൊടുക്കുന്ന ഒന്നായി ഇത് മാറി. ആ കുട്ടി പറയാണ്, പിന്നെ ഞാൻ വീര്യമേറിയത് തേടി പുറപ്പെട്ടു. അവസാനം MDMAയിലേക്ക് ഞാൻ പോയി. ഇങ്ങനെയൊക്കെ പോയി അവസാനം, സാർ എനിക്ക് എൻ്റെ ഉമ്മയോട് ഇപ്പോൾ വിരോധമാണ്. എൻ്റെ ഉപ്പ ഗൾഫിലാണ്, ഒരുപാട് പ്രതീക്ഷയിൽ എന്നെ വളർത്താണ്. എനിക്കിത് എങ്ങനെയെങ്കിലും ഒന്ന് മാറണം സാർ എന്ന് പറഞ്ഞിട്ട് വന്ന് കരയാണ്. ഞാൻ ഈ കുട്ടികളോടൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇതിൻ്റെ അപകടാവസ്ഥ നിങ്ങൾക്കറിയോ? ഞാനിത് ഡെയിലി കാണുന്ന ഒരാളാണ്. ഡെയിലി ഇത്തരം ഉമ്മമാരുടെ കരച്ചിൽ കേൾക്കുന്ന ഒരാളാണ്. മലബാർ ഭാഗത്ത് ഇവിടെ നിന്നൊക്കെ, നിങ്ങളുടെ തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നൊക്കെ ഇഷ്ടംപോലെ കോൾ എന്നെ വിളിക്കാറുണ്ട്. ചിലപ്പോൾ ഒരു പക്ഷേ മുമ്പ് വിളിച്ചവർ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടാവും. ഒരുപാട് കോൾ, സാർ എൻ്റെ മകനൊന്ന് തിരിച്ചു കിട്ടുമോ, എങ്ങനെയെങ്കിലും ഇതാക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. എങ്ങനെ ആവുക? ആദ്യം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ടോളറേഷൻ എന്നതിലേക്ക് കടക്കും. എന്താ ടോളറേഷൻ? അറിയോ നിങ്ങൾക്ക് എന്താ ടോളറേഷൻ? ഒരു സാധനം ഉപയോഗിച്ച് അതിൻ്റെ മുകളിലേക്ക് ഉപയോഗിക്കുന്നതിൻ്റെ പേരാണ് ടോളറേഷൻ. കാരണം ഇങ്ങനെ ലഹരി കൂട്ടിക്കൊണ്ടുവരും. അത് ടോളറേഷൻ എന്ന സ്റ്റേജാണ്. അതിന് പിന്നെ സാലിയൻസ് എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് കയറും. എന്താ സാലിയൻസ്? സാലിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന ആ സാധനം പോരാ എന്ന് തോന്നി ഉപയോഗിച്ച് അതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് എത്തി, ഇത് എന്നെക്കൊണ്ട് ഇനി നിർത്താൻ കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് പോകലാണ് സാലിയൻസ്. അതാണ് സാലിയൻസ്. പിന്നെ 3ാമത്തതിലേക്ക് കടക്കും, വിഡ്രോവൽ സിൻഡ്രോം. ആ കുട്ടിയെ കൊണ്ട് എങ്ങനെയെങ്കിലും ഇത് മാറ്റിപ്പിക്കാൻ നോക്കുമ്പോൾ തലയിട്ടടിക്കും, ചിലപ്പോൾ ചുമരിൽ കൈയിട്ടിട്ടതാക്കും, ചിലപ്പോൾ ഉമ്മയെ കഠാര കൊണ്ട് കുത്തും, ചില ബാപ്പയെ അടിക്കാൻ വേണ്ടിയിട്ട് പോകും. ഇതാണ് ശരിക്കും വിഡ്രോവൽ സിൻഡ്രോം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിൻവാങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവൻ പോകും. ലാസ്റ്റ് ഘട്ടം സൂയിസൈഡ് അറ്റംപ്റ്റ്. നിങ്ങൾ ചില രാജ്യത്ത് പോയാൽ, കേൾക്കുമ്പോൾ ചിലപ്പോൾ അത്ഭുതം തോന്നിപ്പോവും. ചില രാജ്യത്ത് പോയാൽ സൂയിസൈഡ് ഹോം കാണാൻ പറ്റും. നമ്മുടെ നാട്ടിൽ നീ അതൊക്കെ വരും കേട്ടോ. അതായത് എവിടെന്നെങ്കിലും ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല. അവർക്കൊരു ഏരിയ ഉണ്ട്, സൂയിസൈഡ് ഹോം എന്നാണ് പറയുക. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തൂങ്ങേണ്ടവർക്ക് അവിടെ തൂങ്ങാം, ഹാങ് ചെയ്യേണ്ടവർക്ക് ഹാങ് ചെയ്യാം, വിഷം കുടിക്കേണ്ടവർക്ക് അവിടെ വിഷം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ എന്താക്കാം, പോയിട്ട് കുടിക്കാം. അതല്ല, ബ്ലേഡ് കൊണ്ട് കൈ അറുക്കേണ്ടവർക്ക് അറുക്കുക, അതിനുള്ള ഫെസിലിറ്റി അവിടെ ഉണ്ടാവും. പക്ഷെ അവിടെ പോയിട്ടേ ചെയ്യാവൂ. അവിടെ പോയിട്ട് ഇത് കേൾക്കുമ്പോൾ ഒരു അത്ഭുതം തോന്നണില്ലേ? സൂയിസൈഡ് ഹോം. കാരണം പൊതുവേദിയിലോ വീട്ടിലോ എവിടെയും ആത്മഹത്യ ചെയ്യരുത്. ഈ ആത്മഹത്യ ചെയ്യുന്നതിൽ 80%-ലേറെയും മുമ്പ് ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചവരായിരുന്നു എന്നതാണ്. സൂയിസൈഡ് ഹോമിൽ പോയി സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്യുന്നവർ ഇവരാണ്. ചില രാജ്യത്ത് അങ്ങനെ അവരെ വിട്ടേച്ച് പോയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതൊരുപാട് കൗൺസിലിംഗ് നടത്തി, ഒരുപാട് അത് നടത്തി, ഇത് നടത്തി ഒക്കെ പോയാലും ആ കുട്ടികൾക്ക് പിന്നെ പിന്മാറാൻ കഴിയില്ല. പക്ഷെ ആകെ ഈ ലോകത്തിൽ, UK-യിലൊരു പഠനമുണ്ട്, ഈ ലോകത്തിൽ ഇതിൽ നിന്ന് പിന്മാറുന്ന കുട്ടികൾ ആരാന്നറിയോ നിങ്ങൾക്ക്? അവിടെയാണ് ഇതിൻ്റെ രസം. ചില കുട്ടികൾക്ക് മതത്തോട്, എല്ലാ മതത്തിലെ കുട്ടികൾക്കും ചിലപ്പോഴൊക്കെ ഒരു പുച്ഛം തോന്നണം അവനവൻ്റെ മതത്തോട്. സത്യത്തിൽ സൈക്കോളജിസ്റ്റുകളുടെ കൗൺസിലിംഗ് കൊണ്ടോ സോഷ്യോളജിസ്റ്റുകളുടെ സോഷ്യൽ ആക്ടിവിസ്റ്റുകളെ കൊണ്ടോ ഒന്നുമല്ല ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത്. മതമൂല്യം കൊണ്ട് മാത്രം മാറി നിൽക്കുന്നവരാ ലോകത്തിൽ നമ്പർ 1 എന്നാണ്. അച്ഛൻ, അമ്മ, സ്നേഹം, ദൈവം, ഇതൊക്കെ പറയുന്നവരാണ് മയക്കുമരുന്നിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിട്ടു നിൽക്കുന്നവർ. ഇത് UK-യിലെ റിസർച്ച് പഠനമാണ്. ഇപ്പം നിങ്ങളൊക്കെ എന്തുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്നു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ ജീവിതത്തിൽ ബീർ പോലും എന്താക്കിയിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. അത് ഏത് മൈക്കിലൂടെയും ഏത് സ്പീക്കറിലൂടെ എനിക്ക് പറയാൻ പറ്റും. ബീർ പോലും ഉപയോഗിച്ച്. കാരണം എന്തുകൊണ്ടാണ്?
കുഞ്ഞുനാൾ മുതലേ മതപാഠശാലയിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള കെടുതികളെക്കുറിച്ച്. മദ്രസയിൽ നമ്മൾ പഠിച്ചു വെച്ചതാണത്. അതുകൊണ്ട് ഒരിക്കലും അതിലേക്ക് നോക്കാൻ പോലും നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണ് നമ്മളതിൽ നിന്ന് പിന്മാറുന്നത്. ആണോ അല്ലേ? നിങ്ങൾ പറ. മറ്റുള്ള എല്ലാ ആൾക്കാരും അവരുടെ മതമൂല്യങ്ങളെ കൊണ്ട് അതിൽ നിന്ന് പിന്മാറും. ചില കുട്ടികൾ അച്ഛൻ അമ്മ എന്നതിൽ നിന്ന് മാറും. ആ ഒരു ചിന്ത ഉണ്ടായതുകൊണ്ട് എൻ്റെ അമ്മയെ വേദനിപ്പിക്കാൻ കഴിയില്ല, എൻ്റെ അച്ഛൻ, അതും ഒരു മൂല്യമാണ്. ആണോ അല്ലേ? ആണ്. ഇപ്പം ചില കുട്ടികൾക്ക് അമ്മ അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു കുറവായിട്ട് തോന്നുകയാണ്. ഇപ്പോൾ ഇവിടെ രക്ഷിതാക്കൾ ഇരിക്കുന്നതുകൊണ്ട് പറയാം, അതിന് കുറച്ചൊക്കെ കാരണം നമ്മളും കൂടി ഉണ്ട് കേട്ടോ. ഇവരെ പിന്നാലെ ഇങ്ങനെ കൂടുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്ത് നിനക്ക് വല്ല പ്രണയം ഉണ്ടോ, പറയടി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇല്ലാത്തവർക്കും കൂടി ഉണ്ടാക്കി കൊടുക്കണ പരിപാടി നമുക്ക്. ഞാനടക്കമുള്ള രക്ഷിതാക്കളെ കഥയെ പറഞ്ഞിട്ട് രക്ഷിതാക്കളെ നിങ്ങളെന്നെ ക്ഷമിക്കണം. പിന്നാലെ കൂടുകയാണ്. ചില രക്ഷിതാക്കൾ ഇപ്പോൾ പറയാൻ തുടങ്ങിയത് വേറെയാണ്. ഞാൻ കൗൺസിലിങ്ങിൽ മനസ്സിലാക്കുന്നത് എന്ത്, കല്യാണമൊന്നും ശരിയായി, എടാ നിനക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും, എന്നാൽ പിന്നെ അതാണ്ട് നോക്കിയാൽ മതിയല്ലോ, ഞങ്ങളിങ്ങനെ കിടന്ന് പായണ്ടല്ലോ. അപ്പോൾ കുട്ടിയൊക്കെ ഒരു ലൈസൻസും കൂടിയായി. അതും രക്ഷിതാക്കൾ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. ഈ തിരുവനന്തപുരത്ത് ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ടോയെന്നിങ്ങനെ ചോദിക്കുക. പിന്നെ ചില കുട്ടികളുണ്ട്, ക്ഷമിക്കണം കേട്ടോ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികളെ, നിങ്ങൾക്ക് ആരെങ്കിലും ആയിട്ടൊരു കൊളുത്തുണ്ടാവും, നിങ്ങളുടെ ചങ്ക് ഫ്രണ്ട്സിന് അത് ഉണ്ടാവില്ല. എന്തായാലും നീ ഇങ്ങനെ മൊയന്തായി നടക്കും, നിങ്ങളിങ്ങനെ എന്താ പറയുക അല്ലേ, പടു എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കളിയാക്കും. എന്നിട്ട് കളിയാക്കലിൽ കുടുങ്ങിയിട്ട് എന്താവും, ആ സാധു ഏതെങ്കിലും ഒരാളെ പോയിട്ട് കൊളുത്തും. അയാളെ പ്രകൃതം അറിയില്ല, അയാളുടെ സ്വഭാവം അറിയില്ല, ഒന്നുമില്ല. നാളെ കണ്ണൂരിലെ ഒരു കുട്ടി, ആ ഒരു കുട്ടി നല്ല മനോഹരിയായ ഒരു പെൺകുട്ടി, ഇപ്പുറത്താകട്ടെ ഒരു മെലിഞ്ഞൊണിങ്ങിയ ഒരു പയ്യനും. ഒരു പെൺകുട്ടി ഒരാണിനെ ഇഷ്ടപ്പെടാൻ 5-6 കാരണങ്ങളുണ്ട്. അത് ഞാൻ ഇപ്പോൾ ഇവിടെ എന്തായാലും പറയുന്നില്ല, മനസ്സിലായോ? സൈക്കോളജിക്കലി ഉള്ളൊരു ടേംസാണ്. ആ 6 കാരണങ്ങളിൽ ഒന്ന് പോലും ഇവനിൽ നമ്മൾ കാണുന്നില്ല. ഒന്ന് പോലും. 6 എണ്ണത്തിൽ 3 എണ്ണം വരുമ്പോൾ കുറച്ച് ഇഷ്ടമാവും, 6-ൽ 6 ആൾക്കാരുണ്ടാവും. അത് ഭയങ്കര ഒരു എക്സ്ട്രീം ലെവലാണ്. 6-ൽ 6 ഉണ്ടാവും. ചില ആളുകൾ ഒന്നുപോലും ഉണ്ടാകില്ല. അപ്പോൾ എന്താ സംഭവിച്ചതെന്നറിയോ? ഇവനൊരു മതത്തിൽപ്പെട്ടൊരു കുട്ടിയാണ്, ഇവളൊരു വേറൊരു മതത്തിൽപ്പെട്ടൊരു കുട്ടിയാണ്. അപ്പോൾ അച്ഛനും അമ്മയും വാപ്പയും പിന്നെ എല്ലാവരും കൂടി വന്നിരിക്കാൻ. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ആ കുട്ടിയെ കൗൺസിലിംഗ് നടത്തി. ഞാൻ ചോദിച്ചു, മോളെ നിനക്കെങ്ങനെയാണ് ഇവനോട് ഇത്ര ഇഷ്ടം തോന്നിയത്? അപ്പോൾ ആ കുട്ടി പറഞ്ഞത് എന്താണെന്നറിയോ? സാറേ ഇവനാണെന്ന് ഞാൻ അറിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, മേപ്പെട്ട് നോക്കി കിടക്കുകയായിരുന്നോ? അല്ല സാറേ, അവൻ നല്ലൊരു മൊഞ്ചൻ, അങ്ങനെ ഈ കണ്ണൂക്കാരങ്ങനെ വാക്കാമല്ലോ, ഈ മൊഞ്ചൻ പയ്യനെ ഫോട്ടോ ആണ് ആദ്യം സംഭവം. ഇത് എന്ത് മാറിയതാണ്? ഫോട്ടോ മാറിയിട്ട് ചാറ്റിങ് തുടങ്ങിയതാണ്. ഇവള് വിചാരിച്ചത് അവൻ തന്നെയാണെന്നുള്ളതാണ്. അങ്ങനെ അയച്ചു കൊടുത്ത് ഇവൻ പിന്നെ സ്നാപ്ചാറ്റിലൊക്കെ പോയിട്ട് ചാറ്റിങ്ങിനും അതും ഇതൊക്കെ പോയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ അയച്ചു കൊടുത്ത്, ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു മൊഞ്ചനെ കാണാൻ വേണ്ടി ഇവൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ കാണാൻ സമ്മതിക്കണില്ല, ഞാൻ ഇന്ന ദിവസം വരെ, അപ്പോഴേക്കും കുറച്ച് ഫോട്ടോസ് ആവശ്യപ്പെടാതെ മുതിർന്ന കുട്ടികളെന്നോട് പറയാണ്. ഈ പയ്യൻ എന്താക്കുകയാണ്, ആൺകുട്ടികൾ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ, നിങ്ങളൊക്കെ നല്ല മക്കളാണ്. ആൺകുട്ടികളുടെ ഒരു സൈക്കോളജി ഞാൻ പറഞ്ഞുതരാം. ഒരേ സമയം 4-5 ആൾക്കാരായിട്ട് ബന്ധമുണ്ടാവും. മനസ്സിലായോ? നിങ്ങൾ ആൺകുട്ടികളുടെ സ്വഭാവം അറിയണം. ഇവിടുത്തെ അല്ല കേട്ടോ, ഇതൊക്കെ നല്ല മന്നാനിയ കോളേജിലെ നല്ല കുട്ടികളായിരിക്കും. ഞാൻ ഇവരെ പറ്റിയല്ല പറഞ്ഞത്. ഒരേ സമയം നിങ്ങൾ ഞാൻ സൈക്കോളജി ആയിട്ടാണ് പറയുകയാണ്. എന്ന് വെച്ചാൽ ഒരേ ഒരു പോസ്റ്റിലിരുന്നിട്ട്, അങ്ങനെയല്ലേ തെരുവിലെ പോസ്റ്റിലൊക്കെ ഇരുന്നിട്ട് അവൾക്ക് അയച്ചു കൊടുക്കും. സാനൂന് പിന്നെ ഖോനൂന് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ അയക്കും. ആരാണോ എന്നിട്ട് ഹായിൽ പെട്ടെന്ന് കൊത്തിയത് അവളോടായും ചാറ്റ്. പിന്നെ എന്നിട്ട് ബട്ടർഫ്ലൈസ് മൈൻഡ് എന്നാണ് സൈക്കോളജിയിൽ അതിന് പറയുക. എന്താ ബട്ടർഫ്ലൈസ് മൈൻഡ്? മങ്കീസ് മൈൻഡ് എന്നും പറയും. മങ്കീസ് മൈൻഡ്. ഒരു ദിവസം ഒന്നില്, ഒരു ദിവസം ഒന്നില്, ഒരു ദിവസം ഒന്നില്, ഇങ്ങനെയാണല്ലോ ബട്ടർഫ്ലൈസ് ഇരിക്കുകയാണോ? എന്നൊരു പൂവിൽ പോയിട്ട് ബട്ടർഫ്ലൈസ് ഇരിക്കുമോ? ഇല്ല. ബട്ടർഫ്ലൈസ് ആ പൂവിൽ നിന്ന് ഇങ്ങോട്ട് മാറും, അങ്ങോട്ട് പിന്നെ അങ്ങോട്ട് മാറും, അതിനേക്കാൾ വർണ്ണം കാണും അങ്ങോട്ട് മാറും, അതിനേക്കാൾ സൗരഭ്യം കാണും അങ്ങോട്ട് മാറും. ഇതാണ് ബട്ടർഫ്ലൈസ് മൈൻഡ്. ഇന്ന് കേരളത്തിലെ മന്നാനിയ കോളേജിലെ കുട്ടികളെ മൊത്തം നമുക്ക് വിടാം. ഇന്ന് കേരളത്തിലെ ഏകദേശം 89% കുട്ടികളും ബട്ടർഫ്ലൈസ് മൈൻഡാണ്. ബട്ടർഫ്ലൈസ് മൈൻഡ്. കാരണം ഒരിക്കലും ഒരാളെ മാത്രം പ്രണയിക്കാൻ ആൺകുട്ടികൾക്ക് കഴിയില്ല. പ്രേമം കഥ പിന്നെ ഇതിലെ കഥ പറഞ്ഞ മാതിരി ഒരാളെ മാത്രം, ചിലപ്പോൾ അത് പോയി ടീച്ചേഴ്സിനെ വരെ ആയിന്ന് വരും. മനസ്സിലായോ? ആ ഒരു രീതിയിൽ കുട്ടികൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. നിങ്ങളാകട്ടെ അതിൽ കൊത്തുന്ന കുട്ടികളാവുക. ഇന്നത്തെ അപകടം, ഞങ്ങളൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് പെൺകുട്ടികളെ നോക്കി എന്നതായിരുന്നു നമ്മളെ പരാതികൾ ഉണ്ടാവുക. അന്ന് പെൺകുട്ടികൾ പാവങ്ങളായിരുന്നു, അവരെ നോക്കാനേ പറ്റൂല. പക്ഷേ ഇന്ന് നേരെ ഓപ്പോസിറ്റായി ആൺകുട്ടികൾ ഓടി ഒളിക്കുകയാണ്. മന്നാനിയലുണ്ടാവില്ല കേട്ടോ, നിങ്ങളൊക്കെ നല്ല മക്കളായിരിക്കും. ആൺകുട്ടികൾ ഓടി ഒളിക്കാൻ. എന്തുകൊണ്ട്? നമുക്കൊരു സ്റ്റേണായ ഒരു ഫാമിറ്റി എന്ന് പറയുന്ന ഒരു സാധനമില്ല നമുക്ക്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നല്ലൊരു ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്നതില്ല. നിങ്ങൾ വലിയ വലിയ ക്യാമ്പസിൽ പോയി, ഞാൻ വീണ്ടും ആളോട് ക്ഷണിക്കാം നിങ്ങളെ, അവർ ശരിക്കും ലക്ഷ്യത്തിലേക്ക് പായാൻ, അവർക്ക് ഇന്ന കമ്പനിയിൽ വർക്ക് ചെയ്യണം, ഡല്ലിൽ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇന്നതിൽ വർക്ക് ചെയ്യണം, ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ട് അവർ പോണേ. എന്നിട്ട് തൻ്റെ 24-25 വയസ്സാകുമ്പോഴേക്ക് ടോപ്പ് റേഞ്ച് കമ്പനിയിൽ ലക്ഷങ്ങൾ സാലറി വാങ്ങുന്ന ഒരാളായിട്ട് മാറാൻ വേണ്ടി പോകുന്നതിനിടയ്ക്ക് ഇതിന് നേരമില്ല.
IIT പൂർത്തിയാക്കിയ ഒരാളും നിങ്ങൾ പറഞ്ഞ MDMA കഴിക്കില്ല. കാരണം MDMA കഴിച്ച ഒരാൾക്ക് IITയിലെ കോഴ്സ് പൂർത്തിയാക്കാൻ കഴിയില്ല. കാരണം അവിടുത്തെ 60ഓളം വരുന്ന പേപ്പേഴ്സ് പൂർത്തിയാക്കണമെങ്കിൽ സ്വബുദ്ധി വേണം, സ്വന്തം ചിന്തിക്കാനുള്ള ശേഷി വേണം. ആ ചിന്താശേഷി നഷ്ടപ്പെടുന്ന മയക്കുമരുന്ന് അടിച്ചിട്ട് ഒരാളും IITയിൽ നിന്ന് പുറത്തിറങ്ങില്ല. വഴിയിൽ വെച്ചിട്ട് വീഴുന്നവർ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ലഹരികൾ പലതുമാണ്. ലഹരിക്ക് നഷ എന്നാ പറയാ ഉറുദുവിൽ. നഷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലഹരി. ഏതൊക്കെ ലഹരിയുണ്ട്? അതിലൊന്നാണ് മാലോം കി നഷ, എന്ത്? സമ്പത്തിൻ്റെ ലഹരി. കുർസി ക നഷ, അധികാരത്തിൻ്റെ ലഹരി. മറ്റൊന്ന് ദൗലത്ത് കി നഷ, പ്രതാപത്തിൻ്റെ ലഹരി. അതേപോലെ ഒന്നാണ് പ്യാർ കി നഷ, പ്രണയത്തിൻ്റെ ലഹരി. പ്രണയത്തിൻ്റെ ലഹരി. എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ഞാൻ തുറന്നു പറഞ്ഞോണ്ട് നിങ്ങൾക്കൊന്നും തോന്നരുത്. പ്രണയിക്കുന്ന കാലഘട്ടത്തിൽ അവൻ്റെ പോസിറ്റീവ് മാത്രമേ നമ്മൾ കേൾക്കുക. ആണോ അല്ലേ? ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. പ്രണയിക്കുന്ന കാലഘട്ടത്തിൽ മുഖത്തൊരടി കൊടുത്തെന്ന് വെക്ക്. ഒരടി. ആര്? കാമുകൻ കാമുകിയുടെ മുഖത്തൊരടി എടുത്ത്. ആ സമയത്ത് ഇവള് പോയിട്ട് അന്ന് എന്താക്കും? ഇവൻ പോയിട്ട് ഡയറിയിൽ എഴുതി വെക്കുന്ന വരി എന്താവും അറിയാം? അത്യാവശ്യം എഴുതുന്ന ഒരാളാണെങ്കിൽ ഇന്നലെ നീ അടിച്ചാടി മുല്ലപ്പൂ കൊണ്ടൊരു തഴുകലേറ്റ പോലെ എന്നൊക്കെ എഴുതി വെക്കും. ഒരു ഉദാഹരണം പറയാണ്. കാരണം പ്രണയിക്കുന്ന സമയത്ത് ഒരു അടി കിട്ടിയാൽ കാമുകൻ അങ്ങനെ എഴുതി വെക്കൂ. അവർ തമ്മിൽ തന്നെ കല്യാണം കഴിച്ചു എന്ന് വെക്ക്. അവർ തമ്മിൽ തന്നെ വിവാഹം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു അടി കൊടുത്ത്. ആൾ മാറിയിട്ടേ ഇല്ല. അന്ന് എന്തായിരിക്കും എഴുതുക? മുല്ലപ്പൂ കൊണ്ടൊരു തഴുകലേറ്റ പോലെ എന്ന പ്രിയപ്പെട്ട മഹല്ല് കമ്മിറ്റി കണ്ട് വായിച്ചറിയുവാൻ ഈ കാര്യം അധികം മുന്നോട്ട് പോകുമോ എന്ന് തോന്നുന്നില്ല. ഒന്നുകിലും മഹല്ല് കമ്മിറ്റിക്ക് എഴുതും, അല്ലെങ്കിൽ അമല കമ്മിറ്റിക്ക് എഴുതും. അല്ല, അങ്ങനെ തന്നെ അല്ലേ? എടാ, ഈ പ്രണയം എന്ന് പറഞ്ഞാൽ ഒരു കെമിസ്ട്രിയാണ്. ഞാൻ അതിനെതിരൊന്നും അല്ല കേട്ടോ. നിങ്ങളങ്ങനെ എന്നെ പഴഞ്ചനാക്കല്ലേ. പ്രണയമൊക്കെ സംഭവിക്കാം. പക്ഷെ അത് കൃത്യമായിട്ടല്ല എങ്കിൽ ഒരുപാട് അപകടങ്ങളുണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഈ പെൺകുട്ടി എന്താ പറഞ്ഞത്? പ്രണയം തുടങ്ങി. ഇവനാണെന്ന് തന്നെ അറിയില്ലട്ടോ. സോഷ്യൽ മീഡിയ പ്രണയല്ലേ. ദയവ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് പ്രണയം തുടങ്ങും ചെയ്യരുത്, സോഷ്യൽ മീഡിയയിൽ പ്രണയം ഒടുങ്ങും ചെയ്യരുത്. അതിൻ്റെ ഒരു കഥ ഞാൻ പറഞ്ഞത്. ഈ പെൺകുട്ടി ഞാൻ പറഞ്ഞില്ല, നല്ല ബ്യൂട്ടിയില്ല, ഒരു എക്സ്ട്രീം ബ്യൂട്ടി എന്നൊക്കെ പറയാം. അങ്ങനത്തെ ഒരു പെൺകുട്ടി, ഒരു ഉണക്കച്ചുള്ളി പോലെയുള്ള, ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയാം, ഒരു പയ്യനൊരു കറുത്തേനെ പറ്റി പറഞ്ഞാൽ ആകെ പ്രശ്നം. അപ്പോൾ ഞാൻ പറഞ്ഞൊരു മെലിഞ്ഞൊരു പയ്യനാണ്. ഇങ്ങനെ പയ്യൻ യാതൊരു അട്രാക്ഷനും അവനിൽ കാണും. ഒന്നിക്കൽ നോളജിൻ്റെ അട്രാക്ഷൻ വേണം, അല്ലേ? അല്ലെങ്കിൽ പ്രതിപാദനത്തിൻ്റെ അട്രാക്ഷൻ വേണം. അല്ല എങ്കിൽ അവൻ്റെ ഹ്യൂമർ സെൻസിൻ്റെ അട്രാക്ഷൻ വേണം. അല്ല എങ്കിൽ അവൻ്റെ മസിൽ പവറിൻ്റെ അട്രാക്ഷൻ വേണം. അല്ലെങ്കിൽ അവൻ്റെ ബ്യൂട്ടിയുടെ അട്രാക്ഷൻ വേണം. അല്ല എങ്കിൽ അവൻ്റെ സോഷ്യൽ ഫിഗർ എന്നുള്ളതിൻ്റെ അട്രാക്ഷൻ വേണം. അല്ലെങ്കിൽ ഫെയിം എന്നതിൻ്റെ നിങ്ങൾ സിനിമാ നടന്മാരൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നത് ഫെയിമിൻ്റെ പേരിലാണ്. ഇങ്ങനെ ഓരോരോ ലെവലുണ്ട് സ്നേഹത്തിന്. ഇതൊന്നുമില്ലാത്തൊരു പയ്യനെ ഇപ്പുറത്തുള്ള, ഞാൻ അവനെ കളിയാക്കല്ല. ഞാൻ ഈ പെൺകുട്ടിയോട് പറഞ്ഞു, അവൻ അങ്ങനെ ചാറ്റ് ചെയ്ത് അവസാനം അവൻ കാണാൻ വേണ്ടി കോഴിക്കോട് വന്നത്രേ, കടപ്പുറത്ത്. കോഴിക്കോട് കടപ്പുറം പിന്നെ അതിനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഞാൻ എല്ലാ കടപ്പുറങ്ങളും അവിടെ വന്നപ്പോൾ ഇവനെ കണ്ടപ്പോൾ ഇവനല്ല എത്ര നോക്കുന്നത്, അവനെവിടെയെന്നാണ് തിരയുന്നത്. അപ്പോൾ അവൻ പറഞ്ഞത്ര ഞാൻ തന്നെയാണ് ആള് എന്ന്. അപ്പോൾ ചോദിച്ചത്, നീ അല്ലല്ലോ ഫോട്ടോയിൽ അയച്ച ആള്? അത് ഞാൻ തന്നെയായിരുന്നു, ആള് മാറി അയച്ചത്. അപ്പോഴേക്കും ഇവൾ ഒരുപാട് മോശപ്പെട്ട പിക്ചറുകൾ അയച്ചു കൊടുത്ത് കഴിഞ്ഞിരുന്നു. ആ മോശപ്പെട്ട പിക്ചറുകൾ കാരണത്താൽ ഈ കുട്ടിനോട് പറഞ്ഞത്ര ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇത് പകർത്തും, അല്ലെങ്കിൽ ഇപ്പിട്ടുകൊടുക്കും, അല്ലെങ്കിൽ മര്യാദയ്ക്ക് എനിക്ക് വഴങ്ങിത്തരണം. അങ്ങനെ ആ പെൺകുട്ടി എന്താക്കി? എന്നേക്കുമായ പ്രണയത്തിൻ്റെ വലയത്തിൽ കുടുങ്ങേണ്ടി വന്നു. കാരണം ഇനി പിരിഞ്ഞാൽ ഇത് ആളുകൾ അറിയുമോ എന്ന ഭയമാണ്. ഞാൻ എൻ്റെ പെൺകുട്ടികളോട് പറയാൻ, ഏതെങ്കിലും ഒരു ആൺകുട്ടി അങ്ങനെ നിങ്ങളെ ഭയപ്പെടുത്തിയാൽ, ഏതെങ്കിലും ഒരു ആൺകുട്ടി നിങ്ങളെക്കുറിച്ച് അങ്ങനെ മോശമായത് അങ്ങനത്തെ അടുത്ത് പിക്ചറുണ്ട് സോഷ്യൽ മീഡിയയ്ക്ക് ഇടുന്നുവെന്ന് പറഞ്ഞാൽ നിങ്ങൾ സൈബർ സെല്ലിൽ ഉടനെ തന്നെ കൊടുക്കണം. അത് സൈബർ സെൽ അവൻ്റെ ഫോൺ ട്രാക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ ഇല്ലാതെയാക്കും. സൈബർ സെല്ലിനെ കുറിച്ച് നിങ്ങളൊന്ന് പഠിക്കുക. കേരള പോലീസ് അത്ര ശക്തമാണ്. ഒരൊറ്റ പിക്ചർ പോലും അവൻ ഇടാൻ പറ്റാത്ത രീതിയിൽ കേരള പോലീസ് ലോക്കാക്കിയിരിക്കും അത്തരം തെമ്മാടിക്കൂട്ടങ്ങളെ എന്ന് നിങ്ങൾ പഠിക്കണം. ഒരുപാട് പെൺകുട്ടികൾ ട്രാപ്പിൽ കുടുങ്ങുന്നത് ഇതിൻ്റെ പേരിലാണ്. എന്നാൽ നേരെ തിരിച്ചുകൊണ്ട്, ഞാൻ എല്ലാവരെയും മോശമാക്കല്ല, ആൺകുട്ടികളെ ഇങ്ങനെ ചെയ്യുന്ന പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളെ ട്രാപ്പിലിടുന്ന പെൺകുട്ടികൾ. അതുകൊണ്ട് പ്രണയം എന്ന് പറയുന്ന സാധനത്തിനെ നിങ്ങൾ നല്ല രീതിയിലേക്ക് കൈകാര്യം ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഞാൻ രക്ഷിതാക്കളോട് പറയാണ്, ഒരു കോമൺ സൈക്കോളജിസ്റ്റ് എന്ന നിലയ്ക്ക്, വേറെയുള്ളതൊക്കെ നിങ്ങൾ വിട്ടേക്ക്. ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് വിദൂരതയിൽ ഒരു ആൺകുട്ടിയോട് ഇഷ്ടം തോന്നി എന്ന് തോന്നിയാൽ ആദ്യം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ആരോടാ? അച്ഛനമ്മമാരോടാണ്. തോന്നിയാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി പറയാണ്, ഞാൻ ഫസ്റ്റ് ഇയറിലാണ് പഠിക്കുന്നത്, പക്ഷേ PG കഴിഞ്ഞ് റിസർച്ച് പഠിക്കുന്ന ഒരാൾ അവിടെ ഉണ്ട്, ആൾ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, നല്ല പ്രതിഭയാണ്, നല്ല ഇഷ്ടമാണ് എനിക്ക്, പക്ഷേ ഞങ്ങളെങ്ങോട്ടും ജ്യൂസ് കുടിക്കാൻ പോയിട്ടൊന്നുമില്ല, ഞങ്ങളെങ്ങോട്ടും കറങ്ങാൻ പോയിട്ടൊന്നുമില്ല, ഇപ്പം ഞങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കും അയാളെ പറ്റി, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാമല്ലോ, പറഞ്ഞൂടെ? ഇതെല്ലാം കഴിഞ്ഞ് ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്ത് കടപ്പുറത്ത് വന്നതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ ഞാൻ എന്താ ചെയ്യുക ദൈവേ എന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്യാൻ പോവേ. ഏത് പ്രണയത്തെക്കുറിച്ചാണ് നിങ്ങളീ പറയുന്നത്?
അവൻ്റെ പ്രണയം, ഉദാഹരണത്തിന് അതിനെ ഞാൻ പെർമിഷൻ തരില്ല, MBBS ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന ഒരു കുട്ടി, MD കഴിഞ്ഞ് കിട്ടുന്ന ഒരു കുട്ടി അവിടെ ഉണ്ടെന്ന് വെക്ക്, അവർ തമ്മിൽ ചായ കുടിക്കാനോ ജ്യൂസ് കുടിക്കാനോ പോലെ വിദൂരതയിലൊരു ഇഷ്ടം തോന്നിപ്പോയി. അപ്പോൾ അത് മാതാപിതാക്കളോട് അവതരിപ്പിച്ച് അതങ്ങനെ എന്താക്കി നല്ല രീതിയിൽ അവർ അന്വേഷിച്ചു, അതേ ആളെ തന്നെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. പക്ഷെ ഒരിക്കലും മോശമായ കറക്കത്തിനോ മോശമായ രീതിക്കോ എന്താക്കരുത്, പോകാൻ നിൽക്കരുത്.